വയനാട്ടിലുണ്ടായ ഉരുൾപൊട്ടലിൽ വലിയ നാശനഷ്ടമാണ് ഉണ്ടായത്. അതോടൊപ്പം തന്നെ ഈ ചൂരൽമലയിലെ ഈ ഗവൺമെൻറ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൻ്റെ ഒരു ശോചനീയാവസ്ഥയാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. ഈ ഉരുൾപൊട്ടലുണ്ടായ ഉടനെ ഏറ്റവും കൂടുതൽ ബാധിച്ചത് ഈ ചൂരൽമലയിലെ ഈ ഗവൺമെൻറ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിനാണ്, ഈ വെള്ളാർമലയിലെ. കാരണം ഈ ഒരു വലിയൊരു ബിൽഡിംഗ് ആയതുകൊണ്ടാകാം ഈ ഉരുൾപൊട്ടലിൻ്റെ ഒരു പ്രഭവ കേന്ദ്രത്തിൻ്റെ തൊട്ട് താഴെയാണ് ഈ സ്കൂൾ കെട്ടിടം നിലനിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ വലിയൊരു നാശനഷ്ടമാണ് ഈ സ്കൂളിന് നേരിടേണ്ടി വന്നത്. നിരവധി കെട്ടിടങ്ങൾ, ഈ സ്കൂളിൻ്റെ നിരവധി കെട്ടിടങ്ങളാണ് ഒലിച്ചുപോയത്. അതോടൊപ്പം തന്നെ ഈ സ്കൂളിൻ്റെ വിസ്തൃതമായ ഒരു കളിസ്ഥലം നഷ്ടമായി, കഞ്ഞിപ്പുര നഷ്ടമായി. നിലവിലുള്ള കെട്ടിടങ്ങളാകട്ടെ വളരെ ശോചനീയമായ ഒരു അവസ്ഥ. കാരണം അത് ചാഞ്ഞും ചെരിഞ്ഞൊക്കെ നിൽക്കുന്നു. ഇവിടെ കാണാം, നമുക്ക് ഈ ദൃശ്യങ്ങളിലൊക്കെ പുറകിൽ വശത്ത് കാണാവുന്ന രീതിയിൽ അതൊക്കെ ഇടിഞ്ഞു പൊളിഞ്ഞ ഒരവസ്ഥയാണുള്ളത്. ഒരു മലയോളമാണ് ഈ ഉരുൾപൊട്ടലിൽ കല്ലും മണ്ണും ചെളിയും മരങ്ങളും എല്ലാം വന്ന് ഇവിടെ അടിഞ്ഞ് കൂടിയത്. അതിൻ്റെ ഒരു ഫലമായിട്ടാണ് ഇപ്പോൾ സ്കൂളിൻ്റെ പ്രവർത്തനം താൽക്കാലികമായി നിർത്തിവെച്ചിരിക്കുകയാണ്. പക്ഷേ ഈ കുട്ടികളുടെ ഒരു ഭാവി സംബന്ധിച്ച് വലിയൊരു ആശങ്കയാണ് ഉയരുന്നത്. അവരുടെ വിദ്യാഭ്യാസം മുടങ്ങുമോ, ഇനി എന്ന് വിദ്യാഭ്യാസം തുടങ്ങും എന്ന കാര്യത്തിൽ രക്ഷിതാക്കൾക്കും വലിയൊരു ആശങ്കയുണ്ട്. ഇപ്പോൾ നമ്മോടൊപ്പം ഉള്ളത് ഈ സ്കൂളിൽ 2 കുട്ടികൾ പഠിക്കുന്ന ഒരു കുട്ടികളുടെ ഒരു രക്ഷിതാവാണ്. ചേട്ടാ, ഈ ഉരുൾപൊട്ടൽ ഈ സ്കൂളിന് വലിയൊരു നാശനഷ്ടമാണ് സംഭവിച്ചിരിക്കുന്നത്. അപ്പോൾ കുട്ടികളുടെ ഒരു വിദ്യാഭ്യാസത്തെ സംബന്ധിച്ച് നിങ്ങൾക്ക് വലിയ ആശങ്കയില്ലേ? അതുണ്ട്, വിദ്യാഭ്യാസത്തിനെ കുറിച്ച് നല്ല ആശങ്കയുണ്ട്. കാരണം വെച്ചാൽ ഒരാൾ 8ലും ഒരാൾ 5ലാണ് പഠിക്കുന്നത്. വെച്ചാൽ മുഹമ്മദ് സിനാനും ഫാത്തിമ സാലിമിയും. അപ്പോൾ ഇത് പോയതിൻ്റെ ആവശ്യം ഇപ്പോൾ വിദ്യാഭ്യാസത്തിനെ കുറിച്ചൊന്നും പറയുന്നില്ല. കാരണം നമ്മൾ ക്യാമ്പിലാണ് നിൽക്കുന്നത് കുട്ടികൾ രണ്ടും. എന്നുവെച്ചാൽ ഇതിന് മുമ്പ് ഇതേപോലെ ആയിട്ടും കുറേ 2019 ഇതായപ്പോൾ തന്നെ മക്കൾക്ക് വിദ്യാഭ്യാസം കുറേ ഡിലേ ആയിരുന്നു. അന്ന് താമസിക്കാൻ വീടിലായിട്ടും ഇതൊക്കെ പ്രശ്നങ്ങളായിരുന്നു. ഇപ്പോൾ ഇതിൻ്റെ എന്താ സ്ഥിതി എന്നുള്ളത് ഇനി സർക്കാരിനെ തീരുമാനം എടുക്കേണ്ടി വരും. ഓരിപ്പോൾ അതിന് വിദ്യാഭ്യാസത്തിനെ കുറിച്ചൊന്നും പറഞ്ഞിട്ടില്ല. എന്നുവെച്ചാൽ ഇതിൻ്റെ ഓഫീസ് മേപ്പാടി ഹൈസ്കൂളിൻ്റെ അവിടേക്ക് മാറ്റിയിട്ടുണ്ട് എന്ന് പറഞ്ഞു. ചിലപ്പോൾ അവിടെ തന്നെ ആയിരിക്കും മുഖ്യവരും പഠിപ്പിക്കുക എന്നൊക്കെ അവർ പറയുന്നുണ്ട്. ഇനിയിപ്പോൾ എന്താ സ്ഥിതി എന്നറിയില്ല. എന്നുവെച്ചാൽ ഇനിയിപ്പോൾ നമ്മൾ എങ്ങോട്ടേക്കാണ് താമസം മാറ്റിക്കുക എന്ന് പറയാൻ പറ്റില്ലല്ലോ. ഇനി അറിയാത്തൊരു നാട്ടിൽ കൊണ്ടിട്ടിട്ട് മക്കൾ ഇങ്ങോട്ടേക്ക് പഠിക്കാൻ വരണ്ടേ? ചില അറിയാത്തൊരു നാട്ടിൽ പോയിട്ട് എങ്ങനെയാണ് മക്കൾ ഒരു സ്കൂളിലേക്ക് ആണെങ്കിൽ ചേരുകയെന്നൊന്നും പറയാൻ പറ്റില്ല. കാരണം ചിലപ്പോൾ നമ്മളെ മോൻ്റെ കൂടെ പഠിച്ചൊരു കുട്ടി ഇവിടുന്ന് മിസ്സായിട്ടുണ്ട്. എന്നുവെച്ചാൽ ആ കുട്ടീനെ കിട്ടിയില്ല. അവൻ പറയുകയും ചെയ്തു, കാണിച്ചും ചേരും ചെയ്തു. മോളെ കൂടെ പഠിച്ചതിന് എന്താ സ്ഥിതി എന്നല്ല. മോളെ B ക്ലാസ്സാണ്, A ക്ലാസ്സാണ്. B ക്ലാസ്സിലുള്ളത് 4 കുട്ടികളെ ബാക്കിയൊക്കെ പോയി എന്നൊക്കെ പറയുന്നുണ്ട്. എന്താ സ്ഥിതി എന്ന് എനിക്കും അറിയില്ല വ്യക്തമായിട്ട്. കുട്ടികളുടെ കാര്യത്തിൽ ഇതാണ്, വിദ്യാഭ്യാസമില്ല. ഇതുവരെ അതിന് തീരുമാനമൊന്നും ആയിട്ടില്ല. ആയിരിക്കും എന്ന് വിചാരിക്കും. സ്കൂൾ കുട്ടികൾ, നമ്മുടെ കുട്ടികളുടെ വിദ്യാഭ്യാസം മുടങ്ങാതെ എത്രയും വേഗം അവർ പുനഃസ്ഥാപിച്ച് തന്നെ എന്നാണ് നമ്മുടെ വലിയ ആഗ്രഹം. അതേ ഉള്ളൂ. കാരണം വെച്ചാൽ സ്ഥലം പോലും നമുക്ക് കിട്ടില്ല എന്നല്ല, നമുക്ക് എന്തെങ്കിലും കാട്ടെ. വിദ്യാഭ്യാസം ഒരു ദിവസം പഠനം മുടങ്ങിയതല്ലേ. വിദ്യാഭ്യാസത്തിൻ്റെ കാര്യത്തിലുള്ളൂ. അവർക്ക് എത്രയും പെട്ടെന്ന് പുനഃസ്ഥാപിച്ച് വിദ്യം കൊടുക്കട്ടെ എന്നാണ് നമ്മളും പറയാനുള്ളത്. കാരണം വെച്ചാൽ അതിനൊക്കെ സർക്കാരിൻ്റെ തീരുമാനം എടുക്കുക. കാരണം വെച്ചാൽ ഭക്ഷണത്തിനും നാട്ടുകാർ സഹായിക്കും, എല്ലാത്തിനും നാട്ടുകാരുണ്ടാവും. വിദ്യാഭ്യാസം സർക്കാരിന് അതിനൊരു തീരുമാനം കാണേണ്ട എന്തായാലും. നിലവിൽ ഈ കെട്ടിടത്തിൽ ഇനി ഒരു പഠിത്തം സാധ്യമാവും. കാരണം ഇതെല്ലാം തന്നെ ഇതിൻ്റെ ഒരു അവസ്ഥ വളരെ ദയനീയമായിട്ടില്ല. അപ്പോൾ ഇത് ഇവിടെ ഇനി ഇത് വൃത്തിയാക്കി അല്ലെങ്കിൽ പെയിൻ്റൊക്കെ അടിച്ച് ഇത് വീണ്ടും കണ്ടിന്യൂ ചെയ്യാൻ കഴിയുമോ? സർക്കാർ ഇനി സമ്മതിച്ചാൽ തന്നെ ഞങ്ങൾ മക്കളെ വിടൂല, അത്രേ ഉള്ളൂ. സർക്കാർ സമ്മതിച്ചാൽ തന്നെ ഇങ്ങോട്ട് മക്കളെ വിടാൻ സാധ്യതയില്ല. അത്രയ്ക്ക് പോയി പേടിയുണ്ട് ഈ ബിൽഡിങ്ങിൽ. ബിൽഡിങ്ങിനെ മാത്രമല്ല, സ്ഥലം തന്നെ ഇപ്പോൾ പേടിച്ചിട്ടുള്ളത്. ഞാനിപ്പോൾ ആകെ ഉരുൾ പൊട്ടി പോയിട്ട് 3 വട്ടം വന്നു. ഒരു ദിവസം പൊട്ടേൻ്റെ പിറ്റേന്ന് അവിടെ ബോഡികൾ റിക്കവർ ചെയ്യാനും ഉണ്ടായിരുന്നു. പിന്നെ മിനിഞ്ഞാന്ന് വന്നു. പിന്നെ ഇന്നിപ്പോൾ വീടിൻ്റെ കണക്കെടുക്കണമെന്ന് പറഞ്ഞപ്പോൾ ഒന്നിപ്പോൾ അങ്ങനെ ഇറങ്ങിയതാണ്. എന്നുവെച്ചാൽ ഇങ്ങോട്ടേക്ക് വരാൻ തന്നെ ഇപ്പോൾ ആകെ ഒരു ടെൻഷനാണ്, ആലോചിക്കാൻ പറ്റുന്നില്ല. വെച്ചാൽ ഇതിങ്ങനെയല്ല ഉണ്ടായത്. ഇത് ഞങ്ങളെവിടെ പോയാലും ഞാനൊക്കെ അഹങ്കാരത്തോടുകൂടി പറയുന്നത് ഞങ്ങളെ നാടാണ് സ്വർഗ്ഗം എന്ന് പറഞ്ഞാൽ. ഇഷ്ടംപോലെ കേട്ടോ. ഞാൻ എറണാകുളത്തെ പണിയെടുക്കുന്നത്, ബാംഗ്ലൂർ എയർപോർട്ടിലായിരുന്നു. എറണാകുളത്താണ് ഇപ്പോൾ പണിയെടുക്കുന്നത്. അവിടെ ഈ കൊതുകും ഇതൊക്കെ ശല്യം കൊണ്ട് അവിടെ ചെക്കന്മാരത്തേക്ക് എത്രയോ വട്ടം പറഞ്ഞിട്ടുണ്ട്. ഞങ്ങളെ നാട്ടിൽ പോയാലൊന്നും ഉറങ്ങാൻ പറ്റിയ സ്വർഗ്ഗമാണ് ഇതെന്നാണ്. ഞങ്ങൾ സ്വർഗ്ഗം കാണുമ്പോൾ തന്നെ എന്താ പറയുക, നാട് കാണുമ്പോൾ തന്നെ നരക തുല്യമായിട്ട് ഇപ്പോൾ കാണുന്നത്. പേടിയാണ്. രാത്രി ആകുമ്പോഴത്തേക്ക് കൂടെ ഞാൻ എന്തെങ്കിലും കാട്ടി ക്യാമ്പിലേക്ക് എത്തും. നിൽക്കണം എന്നൊക്കെ ഇങ്ങനെ തോന്നും. ചങ്ങന്മാരെ വീടൊക്കെ ഉണ്ട്, നിൽക്കാൻ തോന്നൂല. പേടിയാണ്. എന്നാൽ അതെന്ന് വെച്ചാൽ 2019 ഒരു വെള്ളം കയറിയതേ ഉള്ളൂ. അതാണ് ഞങ്ങളും ഇപ്രാവശ്യം പ്രതീക്ഷിച്ചത്. ഇത്രയും വലുത് വരും എന്നുള്ളതൊരു ഇതില്ല. കാരണം ചിലപ്പോൾ എൻ്റെ ചങ്ങാന്മാരന് എത്ര ആൾക്കാർ പോയി എന്നൊന്നും അറിയില്ല. ആരെയും ഒന്ന് കാണുന്നവരെ കാണുമ്പോൾ ഒരു പ്രതീക്ഷ ഉണ്ട്. എൻ്റെ മേലൊക്കെ ഒന്നും പറയാതിരിക്കാൻ നല്ലേ. ഈ കുട്ടികളെ എങ്ങനെയാണ് ഇങ്ങോട്ട് വരാൻ താല്പര്യമുണ്ടോ? അവരുടെ ഒരു ചേട്ടൻ്റെ ഇപ്പം ക്യാമ്പിലുള്ള കുട്ടികളുടെ ഒരു അവസ്ഥ എങ്ങനെയാണ് തോന്നുന്നത്? അവർക്ക് ഇങ്ങോട്ടേക്ക് പേടി തന്നെയാണ്. ഓരിപ്പോൾ ഇങ്ങോട്ടേക്ക് ആണെങ്കിൽ നമുക്ക് പോകണമെന്നൊക്കെ ചോദിക്കും. ഇപ്പം ഞാൻ വിളിച്ചത് എൻ്റെ മോനെയാണ്, സ്കൂളിൻ്റെ അടുത്തുള്ളതെന്ന്. എല്ലാം പോയില്ലേ, ഇനിയിപ്പോൾ എന്താ ചെയ്യാൻ ചോദിക്കുന്നുണ്ട്. കാരണം ഇപ്പോൾ ഞാൻ ഓനിക്കൊന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് ഒന്ന് ഇങ്ങോട്ട് ഒരു ഫോട്ടോ എടുക്കാൻ വേണ്ടി ഇങ്ങോട്ട് വന്നത്. എന്നുവെച്ചാൽ ഓൻ ചോദിച്ചിരുന്നു, ഞാൻ വന്നോട്ടേയും ചോദിച്ചു. നിങ്ങൾക്ക് കാണുന്നുണ്ട്, പഠിക്കാനും നല്ല കണ്ടൊക്കെ ഒന്ന് ജസ്റ്റ് അവർ കളിച്ചു കിടന്ന സ്ഥലം. എന്നുവെച്ചാൽ ഞാൻ എൻ്റെ വൈഫിൻ്റെ വീട് കൂടിയാണ് അട്ടമല. എന്നുവെച്ചാൽ നമ്മൾ
ചെക്കനൊക്കെ ജനിച്ചതും വളർന്നൊക്കെ ഇവിടെ തന്നെ, വേറെ ഒരു സ്കൂൾ കണ്ടിട്ടില്ല. അപ്പോൾ അവരൊക്കെ കളിച്ച് നടന്ന ഒരു എന്താ പറയുക, എൻ്റെ വൈഫ് പഠിച്ചത് ഇവിടെ തന്നെയാണ്, എൻ്റെ മക്കൾ പഠിക്കുന്നത് ഇവിടെ തന്നെയാണ്. ഞാൻ പിന്നെ വിദ്യാഭ്യാസം ഇല്ല, ഞാൻ പഠിച്ചിട്ടില്ല. ഇപ്പോൾ നമ്മളെ കുടുംബം എല്ലാം ഏകദേശം ആൾക്കാർ ഇവിടെ തന്നെയാണ് പഠിച്ച്. എന്നുവെച്ചാൽ മേപ്പാടി ഈ ഭാഗത്തൊക്കെ, അതായത് മേപ്പാടി ഹൈസ്കൂൾ കഴിഞ്ഞ് പിന്നെ ഈ ഭാഗത്തൊക്കെ ഒരു വിദ്യാഭ്യാസം എന്നുള്ളത് ഇവിടെ +2 വരെ ഉണ്ട്. +2 1 മുതൽ 10, പിന്നെ ഹൈസ്കൂൾ അങ്ങനെ ഉണ്ട്. കാരണം ഈ മേപ്പാടി ഭാഗത്തു നിന്നൊക്കെ പുത്തൂർ വയലിൽ വരെ കുട്ടികൾ ഇവിടെ വന്ന് പഠിക്കാൻ വരുന്നുണ്ട്. +2 +1 +2 പഠിക്കാൻ വേണ്ടി വരുന്നുണ്ട്. മേപ്പാടി ഹയർ സെക്കൻഡറി സ്കൂളിലേക്ക് ഇവിടെ പഠിച്ച കുട്ടികളെ മാറ്റും എന്നാണ് മന്ത്രി ഇന്നലെ പറഞ്ഞത്. മാറ്റുമെന്നാണ് പറഞ്ഞേക്കണമെന്ന് പറഞ്ഞു. ഞാൻ കേട്ടില്ല, ന്യൂസ് ശ്രദ്ധിച്ചില്ല. മാറ്റുമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. മാറ്റി അവിടെ ഓഫീസ് പുനഃസ്ഥാപിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞു. കാരണം ഉണ്ണി സാർ എന്ന് പറയുമ്പോൾ നമ്മൾ അത്രയും പണ്ടോട്ടെ, എൻ്റെ 18 വർഷമായിട്ട് എനിക്ക് അറിയുന്നത്. കാരണം വെച്ചാൽ എൻ്റെ ഭാര്യനെയും മൂപ്പര് പഠിപ്പിച്ചിട്ടുണ്ട്, പിന്നെ എൻ്റെ മക്കളെയും മൂപ്പര് പഠിപ്പിക്കുന്നുണ്ട്. മൂപ്പര് പറഞ്ഞത് കണ്ടിരുന്നു, മൂപ്പര് ക്യാമ്പിലൊക്കെ വന്നിരുന്നു. ക്യാമ്പിലാണ് മുൾ ടൈം മൂപ്പര് ക്യാമ്പിൽ തന്നെയാണ്. മൂപ്പര് വന്ന് പറഞ്ഞിരുന്നു, ഷെമിർ പഠിക്കണ്ട, നമ്മൾ ഇങ്ങോട്ടേക്ക് മാറ്റിയിട്ടുണ്ട് ഓഫീസ്, ഇപ്പോൾ ഈ ബിൽഡിങ്ങിലാന്ന് കാണിച്ചു തന്നു. നമ്മൾ ഹൈസ്കൂളിൻ്റെ ഗ്രൗണ്ട് പാർക്കിങ്ങിൻ്റെ തൊട്ടടുത്തുള്ള ബിൽഡിങ് കാണിച്ചു തന്നിരുന്നു. ഈ ക്യാമ്പിലുള്ള കുട്ടികൾ, ഇവിടെ പഠിച്ച കുട്ടികളുണ്ടല്ലോ, അവർ എങ്ങനെയാണ് ഇപ്പോൾ ഈ അവർ കൂട്ടുകാരെ കാണാതായി, കൂട്ടുകാർ മരിച്ചുപോയി, ചോദിക്കാൻ പറ്റാത്ത അവസ്ഥ. ചോദിച്ചാൽ പൊട്ടിക്കറിയാണ്. നമ്മളൊക്കെ മക്കളത്തെ ആ ഒരു മാനസികാവസ്ഥ ഞാൻ ചോദിക്കാൻ പോക്കില്ല. കാരണം വെച്ചാൽ നമ്മൾ ഇത്രയും വലിയ നമുക്ക് തന്നെ മനസ്സിൽ ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല. പിന്നെ ആ ചെറിയ പിഞ്ചു പൈതങ്ങൾക്ക് എന്താണ് പറയുക, ചെക്കനൊക്കെ ഒരു മൂലയ്ക്ക് ഇരിക്കുക എന്നല്ല, അവൻ അങ്ങോട്ടും ഇങ്ങോട്ട് പോകുന്ന വരെയല്ല. ഒരു കളിക്കാൻ പോയിക്കോന്ന് പറഞ്ഞാലും അവൻ പോകുന്നില്ല. അവർക്ക് എന്തോ ഒരു അവസ്ഥയാണ്. ഇത് ഓരോ രക്ഷിതാക്കളും ഇത് തന്നെയാണ് പറയുന്നത്. ഇനി അവരുടെ കുട്ടികളെ ഈ സ്കൂളിലേക്ക് പഠിക്കാൻ വിടാൻ അവർക്ക് മാനസികമായിട്ട് വലിയ പ്രയാസമുണ്ട്. കാരണം ഈ ഒരു സ്കൂളിൻ്റെ ഒരു അവസ്ഥ എന്ന് പറയുന്നത് അത്രമാത്രം ശോചനീയമാണ്. ഈ ദൃശ്യങ്ങളൊക്കെ കാണാതെ ഇടിഞ്ഞു പൊളിഞ്ഞ് നാശമായിട്ടാണ് കിടക്കുന്നത്. ഇവിടെ ഒരു കൂമ്പാരം കണക്കെയാണ് അവശിഷ്ടങ്ങൾ, കല്ലും മണ്ണും ചെളിയും മരങ്ങളുടെ അവശിഷ്ടങ്ങളൊക്കെ ഈ ദൃശ്യങ്ങളിലൊക്കെ കാണാവുന്ന ഈ സ്കൂളിൻ്റെ മുറ്റത്തും ഈ കെട്ടിടങ്ങൾക്കകത്തും ഒക്കെ വന്ന് അടിഞ്ഞുകൂടി കിടക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ കുട്ടികളുടെ ഒരു ഭാവി സംബന്ധിച്ച് ഇവിടുത്തെ രക്ഷിതാക്കൾക്കും ഒക്കെ വലിയൊരു ആശങ്കയാണ് ഉള്ളത്. കാരണം അവരുടെ ഭാവി, അവരുടെ വിദ്യാഭ്യാസം വീണ്ടും നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ ഒരു സൗകര്യം സർക്കാർ ചെയ്തു തരണം. അവരുടെ വിദ്യാഭ്യാസത്തിന് യാതൊരു കോട്ടവും വരാത്ത രീതിയിലുള്ള ഒരു സൗകര്യങ്ങൾ ചെയ്തു തരണം എന്നൊരു ആവശ്യമാണ് രക്ഷിതാക്കൾ ഉന്നയിക്കുന്നത്. കുട്ടികൾക്കാകട്ടെ, ഇവിടെ പഠിച്ച കുട്ടികൾക്കാകട്ടെ ഇങ്ങോട്ട് വരാൻ വളരെ പ്രയാസമുണ്ട്. കാരണം അവരുടെ പല കൂട്ടുകാരെയും നഷ്ടമായിരിക്കുന്നു, പല കൂട്ടുകാരെയും ഇതുവരെയും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല, പല കൂട്ടുകാരും മരണപ്പെട്ടു. അപ്പോൾ ഈ ഒരു വലിയൊരു പ്രയാസത്തിൽ കൂടിയാണ് ഈ നാട് ഒന്നാകെ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. കാരണം ഈ ചൂരൽമലയെ സംബന്ധിച്ചിടത്തോളം അവർക്കുണ്ടായിരുന്ന ഏക വിദ്യാഭ്യാസ സ്ഥാപനത്തിൻ്റെ ഒരു ദയനീയമായ ഒരു ചിത്രമാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. ഇതിൻ്റെ മുന്നിലുണ്ടായിരുന്ന വലിയൊരു കളിസ്ഥലം തന്നെ പൂർണ്ണമായി ഒഴുകിപ്പോയിരിക്കുന്നു. അവിടെ കഞ്ഞിപ്പുര നഷ്ടമായിരിക്കുന്നു, കെട്ടിടങ്ങൾ നഷ്ടമായിരിക്കുന്നു. ഈ കെട്ടിടമൊക്കെ കാണാം, നമുക്ക് ദൃശ്യങ്ങൾ കാണാം. ഈ കെട്ടിടത്തിൻ്റെ അടിഭാഗമൊക്കെ തകർത്താണ് കളഞ്ഞിരിക്കുന്നത്. ഈ ഉരുൾപൊട്ടലുണ്ടായ ഒരു ഇതിൻ്റെ മുന്നിൽ കൂടിയാണ് ഉരുൾപൊട്ടി വെള്ളവും ജലവും അതോടൊപ്പം തന്നെ കല്ലും പാറയും മരക്കഷ്ണങ്ങളൊക്കെ ഒലിച്ചു പോയത്. അതിൻ്റെ എല്ലാം അവശിഷ്ടങ്ങളാണ് ഇപ്പോൾ ഇവിടെ മൂടിക്കിടക്കുന്നത്. ഏതായാലും ഈ ഒരു സ്കൂളിൻ്റെ ഒരു അവസ്ഥ എന്ന് പറയുന്നത് അതീവ ദയനീയമാണ്. പക്ഷേ എങ്കിലും കുട്ടികളെ സംബന്ധിച്ചിടത്തോളം തുടർ പഠനം ആവശ്യമാണ്. കാരണം ഈ ദുരന്തമുണ്ടായതുകൊണ്ട് മാത്രം അവരുടെ ഒരു പഠനം അവസാനിപ്പിക്കാൻ കഴിയില്ല. അവരുടെ ഒരു ഭാവി ശോഭനമാകണമെങ്കിൽ ഉയർന്ന വിദ്യാഭ്യാസം ഉണ്ടാകണം. ഈ ചൂരൽമലയെ സംബന്ധിച്ചിടത്തോളം ഇവിടെ ഉണ്ടായിരുന്ന രക്ഷിതാക്കളിൽ പലരും വിദ്യാഭ്യാസമായി വളരെ പിന്നോക്കമുണ്ടായിരുന്ന ഒരു വിഭാഗമാണ്. പക്ഷേ അവരുടെ മക്കൾക്ക് നല്ലൊരു വിദ്യാഭ്യാസം നൽകണമെന്ന് അവർ ആഗ്രഹിക്കുന്നു. അതുകൊണ്ടാണ് അവർ ഈ സ്കൂളിലേക്ക് കുട്ടികളെ പറഞ്ഞയച്ചുകൊണ്ടിരുന്നത്. ഇവിടെ ആകട്ടെ 1ാം ക്ലാസ് മുതൽ ഹയർ സെക്കൻഡറി വരെയുള്ള പഠന സൗകര്യവും ഉണ്ടായിരുന്നു. പക്ഷേ അതെല്ലാം ഈ ഒരു ഒറ്റ ദിവസം കൊണ്ട് ഇല്ലാതായിരിക്കുന്നു. അതുതന്നെയാണ് ഇവിടെ ഉയർന്ന വലിയൊരു ചോദ്യചിഹ്നവും.